ടൈം 7:30. ഞാൻ വർക്കൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി. നമുക്കൊരു ചിക്കൻ കറി വെക്കാം. ഒറ്റയ്ക്കല്ല, വിത്ത് ദ ഹെൽപ്പ് ഓഫ് അമ്മ. അപ്പോൾ ബിഫോർ വി സ്റ്റാർട്ട് ഒരു ഡിസ്ക്ലെയിമർ ഉണ്ട്. ഈ ഒരു ചിക്കൻ കറിയുടെ റെസിപ്പി ഞാൻ യൂട്യൂബ് നോക്കി തന്നെ പഠിച്ചതാണ്. പിന്നെ എൻ്റെതായ രീതിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് മസാലകൾ മാറ്റിയിട്ടു എന്ന് മാത്രം. അപ്പോൾ ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ സ്റ്റെപ്പായിട്ട് നമുക്കൊരു പേസ്റ്റ് ഉണ്ടാക്കി മാറ്റി വെക്കാം. പേസ്റ്റ് ഉണ്ടാക്കാനായിട്ട് 6 റെഡ് ചില്ലീസ്, പിന്നെ ഒരു അറൌണ്ട് 10 കാഷ്യൂ നട്ട്സ് ആദ്യം ഒന്ന് ചൂടാക്കി എടുക്കുക. അതിനുശേഷം അതൊന്ന് ചൂടാറി കഴിഞ്ഞിട്ട് അതൊന്ന് പൊടിച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു 2 മീഡിയം സൈസ് ടൊമാറ്റോസ് കട്ട് ചെയ്തിട്ടിട്ട് അതൊരു പേസ്റ്റ് ആക്കി എടുക്കണം. അതങ്ങനെ അവിടെ മാറ്റി വെച്ചേക്ക്. ഇനി നമുക്കൊരു പാൻ എടുത്തിട്ട് 2 ടേബിൾ സ്പൂൺസ് ഓഫ് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ 2 മീഡിയം സൈസ് ചോപ്ഡ് ഒനിയൻസും ആഡ് ചെയ്യാം. മസാലകളിൽ നമുക്ക് വേണ്ടത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ചില്ലി പൗഡർ, പിന്നെ ആവശ്യത്തിന് സോൾട്ട്, കുറച്ച് ചിക്കൻ മസാല. അനിയൻസ് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്തോട്ട് 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യണം. ദെൻ സോട്ട് ടിൽ ഇറ്റ് ബിക്കംസ് എ സ്ലൈറ്റ് ബ്രൗൺ കളർ. ഇത് കഴിഞ്ഞിട്ടാട്ടോ മസാലകൾ ആഡ് ചെയ്യണ്ടേ. എന്നിട്ട് അതിലേക്ക് നേരെ നമ്മൾ കട്ട് ചെയ്ത് ക്ലീൻ ആക്കി വെച്ചേക്കുന്ന ചിക്കൻ പീസസ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മിക്സ് ടിൽ ഇറ്റ് ബിക്കം സ്ലൈറ്റ്ലി ഫ്രൈഡ്. ഈ ടൈമിൽ കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അതിനുശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി മാറ്റി വെച്ച പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഗിവ് ഇറ്റ് എ ഗുഡ് മിക്സ്. എല്ലാം നല്ലപോലെ മിക്സ് ആയി എന്ന് തോന്നുമ്പോൾ ഒരു 200 ml ഓഫ് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടി ഗിവ് ഇറ്റ് എ ഗുഡ് മിക്സ്. അതിനുശേഷം പാത്രം അടച്ചു വെച്ച് ഒരു 15 to 20 മിനിറ്റ്സ് ലോ ഫ്ലെയിമിൽ അതൊന്ന് തിളപ്പിക്കാൻ വെക്കാം. ലാസ്റ്റ് സ്റ്റെപ്പ് അറിയാലോ, വളരെ ഈസിയാണ്. സെർവ് വൈൽ ഇറ്റ്സ് ഹോട്ട്. ഞാൻ ഈ ഒരു കറി 3ാമത്തെ പ്രാവശ്യമാണ് ഉണ്ടാക്കുന്നത്. ഈ പ്രാവശ്യം ഉണ്ടാക്കി കഴിച്ചപ്പോൾ ഓണസ്റ്റ് റിവ്യൂ വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ പറയാം. കുറച്ച് ചിക്കൻ മസാല കുറഞ്ഞു പോയി. അപ്പാർട്ട് ഫ്രം ദാറ്റ് ഐ തിങ്ക് ഇറ്റ്സ് ഗുഡ്. വീഡിയോന്റെ സ്റ്റാർട്ടിങ്ങിൽ പറയേണ്ടതായിരുന്നു, പക്ഷെ എൻഡിങ് ആയപ്പോഴാണ് ഓർത്തത്. ഹാപ്പി ന്യൂ ഇയർ ഗൈസ്. അപ്പോൾ ചാനൽ ഫസ്റ്റ് ടൈം കാണുവാണെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട.